Hi, I am Archana, Assistant Professor, Department of Civil Engineering, Jyoti Engineering College, Thrissur. Today we will see CET 309, Construction Technology and Management, Time Estimate Problems. Question: from the network given below, find the expected time for each of the paths. Also find the critical path as well as the expected time for the project completion. ഇതാണ് നമുക്ക് നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. സോ ഇത് നെറ്റ്വർക്കിൽ നമുക്ക് എത്ര 7 ഈവൻറ്റ്സ് ഉണ്ട്. സോ ആക്ടിവിറ്റീസിൻ്റെ 1 to ഇതോടെ ആക്ടിവിറ്റിയുടെ മോസ്റ്റ് ലൈക്ലിയും പെസിമിസ്റ്റിക്കും ഓപ്റ്റിമിസ്റ്റിക് ടൈമാണ് 1-2-3 തന്നിരിക്കുന്നത്. സോ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എക്സ്പെക്റ്റഡ് ടൈം ഓരോ പാത്തിനെയും കണ്ടുപിടിച്ച് അതിൽ നിന്ന് ക്രിട്ടിക്കൽ പാത്താണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ നെറ്റ്വർക്കിൽ ഡമ്മി ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യില്ല, നമ്മൾ കൊടുത്തിട്ടില്ല. The network has 5 paths. Path 1, 2, 2, 4, 4, 7. Path 2 എന്ന് പറയുന്നത് 1-ൽ നിന്ന് 2-ലേക്ക്, 2-ൽ നിന്ന് 5-ലേക്ക്, 5-ൽ നിന്ന് 7-ലേക്ക്. Path 3-ൽ 1-ൽ നിന്ന് 4-ലേക്ക്, 4-ൽ നിന്ന് 7-ലേക്ക്. ഇതൊക്കെ ഈവൻ നമ്പറാണ് പറയുന്നത്, 1, 2, 4, 7 ഒക്കെ. Then path 4 എന്ന് പറയുന്നത് 1, 3, 4, 7. And last path is 1, 3, 6, 7. So TE വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ TO പ്ലസ് 4 ടൈംസ് TM പ്ലസ് TP ഹോൾ ഡിവൈഡഡ് ബൈ 6. TO മീൻസ് ഓപ്റ്റിമിസ്റ്റിക്, TM മീൻസ് മോസ്റ്റ് ലൈക്ലി, TP ഈസ് പെസിമിസ്റ്റിക്. ഈ ടൈമുകൾ എന്ത് ചെയ്യുക? വാല്യൂസ് സം ചെയ്തിട്ട് ബൈ 6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? TE വാല്യൂ കിട്ടും. സോ ആക്ടിവിറ്റീസിൽ നമ്മൾ എന്ത് ചെയ്തു? ഇതൊരു ടേബിളാർ ഫോമിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യുകയാണ്. സോ 1-2-ന് 1-2-3 എന്നായിരുന്നു നമുക്ക് ഫിഗറിൽ തന്നിരുന്നത്, നമുക്ക് പിക്ചറിൽ തന്നിരുന്നത്. അത് ഓപ്റ്റിമിസ്റ്റിക്കും മോസ്റ്റ് ലൈക്ലിയും പെസിമിസ്റ്റിക് ആയിട്ട് നമ്മൾ എഴുതി. അതുപോലെ നമ്മൾ എന്ത് ചെയ്തു? എല്ലാ ആക്ടിവിറ്റിയും എന്ത് ചെയ്തു? നമ്മൾ ടേബിൾ ഫോമിൽ എന്ത് ചെയ്തു? ആ വാല്യൂസിനെ കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടി വാല്യൂസ് എന്ത് ചെയ്തു? ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ആക്ടിവിറ്റിയുടെയും എന്ത് കിട്ടി? ടി വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഈ ഇക്വേഷനിൽ ടി ഈസ് ഇക്വൽ ടു TO പ്ലസ് 4 TM പ്ലസ് TP ബൈ 6 ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്ത് ചെയ്തത്? നമുക്ക് ഈ വാല്യൂസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ വാല്യൂസ് കിട്ടും. അപ്പം ഇതിൽ നിന്നാണ് എന്ത് ചെയ്തത്? നമ്മൾ ടി ആക്ടിവിറ്റി കണ്ടു. സോ സിഗ്മ ടി ഓഫ് പാത്ത്, അപ്പം നമുക്ക് 5 പാത്ത് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓരോ പാത്തിൻ്റെയും, അതായത് 1, 2, 2, 3 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ആക്ടിവിറ്റിയുടെ ആണല്ലോ ടി വാല്യൂ കിടക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് പാത്ത് 1, 2, അതായത് ആക്ടിവിറ്റി 1, 2, ആക്ടിവിറ്റി 2, 4, ആക്ടിവിറ്റി 4, 7 ആണ്. അപ്പോൾ ആ 3 ആക്ടിവിറ്റിയുടെയും കൂടെ എന്ത് ചെയ്യുക? സം എടുക്കുക. 1, 2-ൻ്റെതും 2, 4-ൻ്റെയും 4, 7-ൻ്റെയും വാല്യൂസ് എന്ന് പറയുന്നത് ആ ടേബിളിൽ നിന്ന് 2 + 6 + 17.66 കിട്ടും. സോ സിഗ്മ ടി ഫോർ പാത്ത് 1 ഈസ് 25.66 ആണ്. അതുപോലെ പാത്ത് 2 എന്ത് ചെയ്യുക? സെയിം മെത്തേഡിൽ തന്നെ 1, 2, 2, 5, 5, 7 അതിൻ്റെ സം ചെയ്യുമ്പോൾ നമുക്ക് 13.16 കിട്ടും. പാത്ത് 3-യുടേത് 1, 4, 7, അതായത് 1, 4-ഉം 4, 7-ഉം കൂടെ സം ചെയ്യുമ്പോൾ നമുക്ക് 23.50 കിട്ടും. പാത്ത് 4 എന്ന് പറയുന്നത് 1, 3, 3, 4, 4, 7 ആണ്. സോ അതും സം ചെയ്യുമ്പോൾ നമുക്ക് 24.66 കിട്ടും. ലാസ്റ്റ് പാത്തിൻ്റെ ടി വാല്യൂവിൻ്റെ സം എന്ന് പറയുന്നത് 1, 3, 3, 6, 6, 7ൻ്റെ സം ചെയ്യുമ്പോൾ 15 നമുക്ക് കിട്ടും. സോ ഈ പറഞ്ഞ 5 പാത്തിൽ ഹയസ്റ്റ് വാല്യൂ എത്രയാണ്? 25.66 ആണ് അല്ലേ? അതിനേക്കാളും ചെറുതാണല്ലോ ബാക്കി എല്ലാ സം വാല്യൂ. സോ ആ ടോട്ടൽ വാല്യൂ ഹയസ്റ്റ് ആയിട്ട് വരുന്നതാണ് ക്രിട്ടിക്കൽ പാത്ത്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ക്രിട്ടിക്കൽ പാത്ത് എത്രയാണ്? 25.66 ആണ്. ദെൻ ആ പാത്ത്, അതിൻ്റെ ആ പാത്ത് പറയുന്നത് 1-ൽ നിന്ന് 2-ലേക്ക്, അത് ഫസ്റ്റ് ഇവൻറ്റിൽ നിന്ന് സെക്കൻഡ് ഇവൻറ്റിൽ പോയി, സെക്കൻഡ് ഇവൻറ്റിൽ നിന്ന് ഫോർത്ത് ഇവൻറ്റിൽ പോയി, ഫോർത്ത് ഇവൻറ്റിൽ നിന്ന് സെവൻത് ഇവൻറ്റിൽ പോകുന്നതാണ് ഈ കഴിഞ്ഞ നമ്മുടെ ക്വസ്റ്റ്യനിലെ നെറ്റ്വർക്കിൻ്റെ ക്രിട്ടിക്കൽ. So maximum T value for path 1, that is 1, 2, 2, 4, 4, 7 is equal to 25.66 യൂണിറ്റ്സ് എന്ന് എഴുതാം. നമുക്ക് ഡേ എന്നോ വീക്ക് എന്നോ മന്ത് എന്നൊന്നും തന്നില്ലെങ്കിൽ നമുക്ക് 25.66 എന്താ പറയുക യൂണിറ്റ്സ് എന്ന് എന്ത് ചെയ്യാം? നമുക്ക് പറയാം. ക്രിട്ടിക്കൽ പാത്ത് നമ്മൾ മെൻഷൻ ചെയ്യണം, റീറൈറ്റ് ചെയ്യണം. 1, 2, 2, 4 and 4, 7. ഡ്യൂറേഷൻ ഓഫ് ദി പ്രോജക്ട്സ് എന്ന് പറയുന്നത് 25.66 യൂണിറ്റ്സ് എന്ന് എന്ത് ചെയ്തു? നമ്മൾ എടുത്തെഴുതിയാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ ആവുള്ളൂ, എങ്കിലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു.